നാണം കെട്ട അർജന്റീന 12 ആളായിട്ടാണ് ഒരു വേൾഡ് കപ്പ് ഫൈനൽ കളിച്ചത്, റഫറി അടക്കം. ആ പാരഡൈസ് എന്ന പ്ലെയറിന് എപ്പോഴും റെഡ് കാർഡ് കിട്ടി പുറത്താക്കേണ്ടതാണ്. 4-5 ഫൗള്, 5 ഫൗളിന് വേണമെങ്കിൽ യെല്ലോ കാർഡ് എടുക്കാം. അത്രയും അഗ്രസീവായിട്ട് ടാക്കിൾസ്. അവനെ ഫുള്ള് കളി മൊത്തം കളിപ്പിച്ച്. എന്നിട്ട് കിട്ടിയേ പന്ത് പോലും തൊടാൻ കിട്ടിയില്ല. ഒരു 90 മിനിറ്റ് മറ്റേ പഞ്ചാബി ഹൗസ് സിനിമയില് ഹരീഷ് റഷാഖാൻ മറ്റേ പറയില്ലേ, സോനാരെ പോന്നോട്ടെ പോന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് സ്പെയിൻ്റെ അടുത്തേക്ക് പോയതാ. കിട്ടി, നല്ല സുഖം കിട്ടി. 0 ഓൺ ടാർഗറ്റ്. അതാ 0 ഷോട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ 90 മിനിറ്റിൽ. പിന്നെ മെസ്സി പാവം. മെസ്സി ഇതിന്റെ കളിയായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. ആരായിട്ടും ശല്യം ഉണ്ടാവില്ല. ആ സൈഡിൽ കൂടെ വൃത്തം കിടന്ന് നടക്കാറുണ്ട്. ഒരു കയറും ഒരു പശുവിനെയും കയ്യിൽ കൊടുത്തങ്ങ ആശാൻ അത് പുല്ല് തെറ്റിച്ചിട്ട് ഇതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ ആ വഴിക്ക് പോക്കാനാ. അത്രയും പരിതാപകരമായ മെസ്സി. അല്ല, ഇവർ ഇത്രേ ഉള്ളൂ. ഇവര് ഈജിപ്തിനെയും പറ്റിച്ച്, അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ആരായിരുന്നു സ്വിറ്റ്സർലാൻഡിനെയും പറ്റിച്ച് എങ്ങനെയൊക്കെ ഇവിടെ എത്തിയതാണ്. ഇത് അവരുടെ കളി. ഇതിന്റെ ഈ പൊട്ടൻഷ്യൽ അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ തുടക്കം തൊട്ട. ഈ അന്നാമത് ആലോചിക്കണമായിരുന്നു ഇതൊക്കെ പ്രീ ക്വാർട്ടറിലെ പുറത്താവേണ്ട ടീമാണ്, വേറെ ഏതെങ്കിലും ടീം വന്ന് കളിക്കേണ്ടതായിരുന്നു. അതും കഴിഞ്ഞ് ഇത് 10-12 ആളും വെച്ച് ഇടിയും ചവിട്ടും കുത്തും. എന്തിനാ അത് കളിക്കാൻ വരണേ? പറ്റാത്ത പണിക്ക് പോണേ. വേറെ ഈ ഫിഫയുടെ പേര് കളയാനായിട്ട് ഫിഫ കടന്നും മലന്നും ഒക്കെ ശ്രമിച്ചു ഇവർക്ക് അപ്പോൾ എങ്ങനെയെങ്കിലും എടുക്കാനായിട്ട് പറ്റിയില്ല. ബോൾ കിട്ടണണ്ടാ, അത് ഫിഫയ്ക്ക് അറിയണ്ടായിരുന്നു. ബോൾ കിട്ടിയാലേ ഇത് കളിക്കാൻ പറ്റും, ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ബോൾ കിട്ടണ്ടേ? എന്നാലും വളരെ മോശം റഫറിങ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം കൂടി, നിങ്ങൾ അർജന്റീന ഫാൻസിന് ഈ കളിയും നിങ്ങൾക്ക് ഫിഫ അല്ലെങ്കിൽ റഫറി അർജന്റീനനെ ഫേവർ ചെയ്തു എന്ന് തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒരു മെന്റൽ ഹെൽത്ത് ചെക്കപ്പ് എടുക്കുക. നിങ്ങളുടെ തലയ്ക്ക് പ്രശ്നമുണ്ട് സീരിയസ് ആയിട്ടും.